ഞങ്ങളുടെ ചാനലിലേക്ക് സ്വാഗതം. സന്തോഷത്തിലേക്കുള്ള വഴി ഇതാണ്. നിങ്ങളുടെ ഹൃദയത്തെ വെറുപ്പിൽ നിന്ന് മുക്തമാക്കുക, നിങ്ങളുടെ മനസ്സിനെ ഉത്കണ്ഠയിൽ നിന്ന് മുക്തമാക്കുക. ലളിതമായി ജീവിക്കുക, ധാരാളം നൽകുക. നിങ്ങളുടെ ജീവിതം സ്നേഹത്താൽ നിറയ്ക്കുക. നിങ്ങൾ ചെയ്യുന്നതുപോലെ ചെയ്യുക. ബുദ്ധൻ. കഥ തുടങ്ങുന്നത് കേരളത്തിലെ ഒരു ചെറിയ ഗ്രാമത്തിലാണ്. അവിടെ ഒരു മുത്തശ്ശിയുണ്ടായിരുന്നു, കാർത്തിയമ്മ. സ്നേഹത്തിന്റെയും സന്തോഷത്തിന്റെയും ഒരു കലവറയായിരുന്നു അവരുടെ ജീവിതം. എക്കലും ചിരിച്ചുകൊണ്ട് നടക്കുന്ന കാർത്തിയമ്മയുടെ രഹസ്യം എന്താണെന്ന് ഗ്രാമത്തിലെ എല്ലാവർക്കും അറിയേണ്ടിയിരുന്നു. ഒരു നനഞ്ഞ വൈകുന്നേരം ഗ്രാമത്തിലെ ചെറുപ്പക്കാരനായ അച്ചു അവരുടെ കുടിലിൽ എത്തി. മനസ്സിലെ പ്രശ്നങ്ങളും ആശങ്കകളും കൊണ്ട് പരിങ്ങിയിരുന്ന അച്ചുവിനെ കാർത്തിയമ്മ പുഞ്ചിരിയോടെ സ്വീകരിച്ചു. എന്താ ചെക്കനെ, ഇത്ര വൈകി എന്താ വരവ്? അച്ചു തന്റെ പ്രശ്നങ്ങൾ കാർത്തിയമ്മയോട് തുറന്നു പറഞ്ഞു. ജോലി കിട്ടുന്നില്ല, പ്രണയം തകർന്നു, ജീവിതം അർത്ഥശൂന്യമായി തോന്നുന്നതിനെക്കുറിച്ച് അവൻ നിറഞ്ഞു പറഞ്ഞു. അച്ചു കഥ തീർത്തപ്പോൾ കാർത്തിയമ്മ ചിരിച്ചു. ചെക്ക, സന്തോഷത്തിന്റെ താക്കോൽ നീ ഇത്ര ദൂരെ തേടേണ്ട, അത് നിന്റെ അകത്തെ തന്നെയുണ്ട്. അവർ തുടർന്നു, സന്തോഷത്തിന്റെ പാത ഇതാണ്. മനസ്സിനെ വെറുപ്പിൽ നിന്നും വിഷമിൽ നിന്നും മോചിപ്പിക്കുക. ആശങ്കകളെക്കൊണ്ട് മനസ്സിനെ ചുമക്കരുത്. ലളിതമായി ജീവിക്കുക, കൂടുതൽ നൽകുക. നിന്റെ ജീവിതത്തെ സ്നേഹം കൊണ്ട് നിറയ്ക്കുക. നീ മറ്റുള്ളവർക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ മാത്രം ചെയ്യുക. ആ വാക്കുകൾ അച്ചുവിന്റെ കണ്ണു തുറപ്പിച്ചു. അവൻ മനസ്സിലാക്കി, സന്തോഷം ഒരു ഇടത്തും പുറത്തുമല്ല, അത് ഒരു അവസ്ഥയാണെന്ന്. നമ്മുടെ ചിന്തകളിലും പ്രവൃത്തികളിലും അടങ്ങിയിരിക്കുന്ന ഒരു രഹസ്യസൂത്രം. അച്ചു തന്റെ ജീവിതം മാറ്റാൻ തീരുമാനിച്ചു. വെറുപ്പും ആശങ്കയും ഉപേക്ഷിച്ചു ലളിതമായി ജീവിക്കാൻ തുടങ്ങി. മറ്റുള്ളവരെ സഹായിക്കുന്നതിലും സ്നേഹം പങ്കുവയ്ക്കുന്നതിലും അവൻ സന്തോഷം കണ്ടെത്തി. ക്രമേണ അവന്റെ ജീവിതം പരിവർത്തനം ചെയ്യപ്പെട്ടു. മനസ്സമാധാനം കണ്ടെത്തി, ചിരി തിരിച്ചുവന്നു. കഥ ഇവിടെ അവസാനിക്കുന്നില്ല. അച്ചുവിന്റെ പരിവർത്തനം ഗ്രാമത്തിൽ മുഴുവൻ പ്രചരിച്ചു. ഏകദേശം എല്ലാവരും കാർത്തിയമ്മയുടെ രഹസ്യം മനസ്സിലാക്കാൻ തുടങ്ങി. ഗ്രാമം മുഴുവൻ സ്നേഹത്തിന്റെയും നന്മയുടെയും ഒരു കൂടുപുഴയായി മാറി. ഗ്രാമത്തിൽ സന്തോഷത്തിന്റെ തരംഗം പരന്നു. ലളിതമായ ജീവിതവും നന്മയുടെ പ്രവൃത്തികളും മറ്റുള്ളവരുടെ ജീവിതങ്ങളിലും മാറ്റം വരുത്തി. ഒരു ദിവസം സമീപ ഗ്രാമത്തിൽ നിന്നും അശാന്തിയുടെയും ഇടർച്ചയുടെയും കഥകൾ കാർത്തിയമ്മയുടെ ചെവിയിലെത്തി. വെള്ളപ്പൊക്കത്തിൽ കൃഷി നശിച്ചതും ജീവിതോപാധി നഷ്ടമായതുമായ ആളുകളുടെ ദുരിതമായിരുന്നു അത്. മനസ്സലിഞ്ഞ കാർത്തിയമ്മ അച്ചുവിനെയും ഗ്രാമത്തിലെ മറ്റുള്ളവരെയും കൂട്ടി ഒരു തീരുമാനമെടുത്തു. അവർ സാധനങ്ങൾ തയ്യാറാക്കി സഹായഹസ്തവുമായി അയൽ ഗ്രാമത്തിലേക്ക് തിരിച്ചു. അവിടെ എത്തിച്ചേർന്നപ്പോൾ ദയനീയ കാഴ്ചയായിരുന്നു. നിരാശയിൽ മുങ്ങിയിരുന്ന ആളുകളുടെ കണ്ണുകളിൽ അവർ സ്നേഹത്തിന്റെ തിരികൾ തെളിയിച്ചു. ഖാദ്യവസ്തുക്കൾ നൽകുക മാത്രമല്ല, വീടുകൾ വൃത്തിയാക്കാനും കൃഷിയിടങ്ങൾ പുനരുദ്ധരിക്കാനും അവർ സഹായിച്ചു. കൂട്ടായ പ്രയത്നത്തിലൂടെ ഗ്രാമം പതുക്കെ കരകയറി വന്നു. ഈ സഹായകർമ്മം ഗ്രാമത്തിലെ കൂട്ടായ ആത്മബലത്തിന്റെ തെളിവ് മാത്രമായിരുന്നില്ല, അത് ജീവിതത്തിലെ ഏറ്റവും വലിയ സന്തോഷം നിറമുള്ള സേവനത്തിലാണെന്ന് അവർ തിരിച്ചറിഞ്ഞു. സമയം കടന്നുപോയി, ഗ്രാമങ്ങൾ തമ്മിൽ അടുത്ത ബന്ധത്തിലായി. കാർത്തിയമ്മ തുടങ്ങിയ നന്മ അതിരുകൾ ഭേദിച്ചു വളർന്നു. എല്ലാവരും പരസ്പരം സഹായിക്കാനും സ്നേഹം പങ്കുവയ്ക്കാനും പഠിച്ചു. മറുവർഷം ഈ കാലത്ത് കാർത്തിയമ്മയുടെ കുടിലിൽ ഗ്രാമീണർ ഒത്തുചേർന്നു. ആഘോഷങ്ങളുടെ ഇടയിൽ കാർത്തിയമ്മ പറഞ്ഞു, സന്തോഷത്തിന്റെ വഴി എല്ലാവരുടെയും ഹൃദയത്തിനുള്ളിൽ മറഞ്ഞിരിക്കുന്നു. നമുക്ക് വേണ്ടത് അത് കണ്ടെത്തി പങ്കുവയ്ക്കാനുള്ള ധൈര്യം മാത്രമാണ്. ഗ്രാമം മുഴുവൻ പുഞ്ചിരിച്ചു. കാരണം അവർ കണ്ടെത്തിയിരുന്നു, സന്തോഷത്തിന്റെ ഏറ്റവും വലിയ രഹസ്യം സ്നേഹം നൽകുന്നതിലും ലഭിക്കുന്നതിലും ഉള്ള അപാരമായ സന്തോഷത്തിലാണ്. അത് അവരുടെ ജീവിതങ്ങളുടെ തുടിപ്പായി നിത്യസന്ദർഭമായി മാറി. ഇതാണ് കാർത്തിയമ്മയുടെ കഥ, ആ കാതിരുകേട്ട ഗ്രാമത്തിന്റെ കഥ. ലളിതമായ ജീവിതവും നിസ്വാർത്ഥമായ സ്നേഹവും പ്രകാശിപ്പിക്കുന്ന കഥ. അത് ഓർമ്മിപ്പിക്കുന്നു, സന്തോഷം ഒരു വഴിയല്ല, ഒരു ജീവിത രീതിയാണ്. എക്കാലത്തും പുഞ്ചിരിയുടെ പ്രഭ ചൊരിഞ്ഞിരുന്ന കാർത്തിയമ്മ ഒരു ദിവസം ആശുപത്രിയിലേക്ക് എത്തിച്ചേർന്നു. വയസ്സിന്റെ അവശതകൾ അവരെ കെട്ടിയിട്ടു, പക്ഷേ കണ്ണുകളിൽ നിന്നും സ്നേഹത്തിന്റെ തിരികൾ അണയാതെ കത്തിജ്വലിച്ചു. അടുത്ത കിടക്കയിൽ കിടന്നിരുന്ന രാധ എന്ന ചെറുപ്പക്കാരി പരിഭ്രാന്തിയോടെയും ഒറ്റപ്പെടൽ തിരിയോടെയും കിടന്നു. ഗുരുതരമായ അസുഖത്തോട് പൊരുതുന്ന രാധയ്ക്ക് തണുത്തൊരു കൈത്താങ്ങ് ആവശ്യമായിരുന്നു. കാർത്തിയമ്മ അവളുടെ കൈ പിടിച്ചു, മൃദുവായി പറഞ്ഞു, മോളെ, പേടിക്കാനൊന്നുമില്ല, നിന്റെ കൂടെ ഞാനുണ്ട്. രാധ കണ്ണുനീർ തുടച്ചു പറഞ്ഞു, ചേച്ചി, ഞാൻ ഭയക്കുന്നു. ഞാൻ എന്റെ കുഞ്ഞിനെ കാണാതെ പോകുമോ? കാർത്തിയമ്മ അവളുടെ നെറ്റിയിൽ ഒരു ചുംബനം നൽകി, മോളെ, നീ ചേരിപ്പോകില്ല, നീ സുഖം പ്രാപിക്കും. നിന്റെ കുഞ്ഞിനൊപ്പം കളിക്കാൻ.
എനിക്ക് ജീവിതത്തിൽ കുഞ്ഞുങ്ങൾ ഇല്ലായിരുന്നു, പക്ഷേ നിങ്ങളെ എല്ലാവരെയും എന്റെ കുട്ടികളെപ്പോലെ കാണുന്നു. അവിടെ നിന്നും തുടങ്ങി കാർത്തിയമ്മയുടെ ഒരു പുതിയ യാത്ര. രോഗികൾക്കും അവരുടെ കുടുംബാംഗങ്ങൾക്കും ആശ്വാസത്തിന്റെ മാലാഖയായി അവർ മാറി. കഥകൾ പറഞ്ഞു, പാട്ടുപാടി, പ്രതീക്ഷയുടെ വിത്തുകൾ നട്ടു. ഓരോ മുറിയിലും സ്നേഹത്തിന്റെ ചൂട് പകർന്നു. ഒരു ദിവസം രാധ രോഗമുക്തി നേടി പുറത്തേക്ക് പോയി. യാത്ര പറയുമ്പോൾ അവൾ കാർത്തിയമ്മയെ കെട്ടിപ്പിടിച്ചു, കരഞ്ഞു പറഞ്ഞു, ചേച്ചി, നീ എന്റെ രണ്ടാമത്തെ അമ്മയാണ്. നിന്റെ സ്നേഹം എനിക്ക് ജീവിതം തിരിച്ചുതന്നു. കാർത്തിയമ്മ പുഞ്ചിരിച്ചു, മോളെ, സ്നേഹം നൽകുമ്പോൾ രണ്ടുപേർക്കും സന്തോഷം കിട്ടും. നീ സന്തോഷമായിരിക്കണം, അതാണ് എന്റെ ഏറ്റവും വലിയ സന്തോഷം. കാർത്തിയമ്മയുടെ ജീവിതം ലളിതമായിരുന്നു, പക്ഷേ ഏറ്റവും മഹത്തായതും. അവൾ ലോകത്തിന് നൽകിയത് സ്നേഹത്തിന്റെ അമൃതും സന്തോഷത്തിന്റെ സംഗീതവും. അവളുടെ ചുറ്റുമുള്ള എല്ലാവരുടെയും ജീവിതങ്ങളിലും ഒരു സ്പർശം ചാലിച്ചു. അവർ സ്നേഹം പങ്കുവയ്ക്കാനും ലോകത്തെ ഒരു നല്ല ഇടമാക്കാനും പ്രചോദനം നൽകി. ജയ് ഹിന്ദ്. നിങ്ങളുടെ സമയത്തിനും ശ്രദ്ധയ്ക്കും നന്ദി. ഞങ്ങളുടെ വീഡിയോ നിങ്ങൾക്ക് പ്രചോദനമാകുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും കുടുംബാംഗങ്ങൾക്കും വീഡിയോ ലൈക്ക് ചെയ്യാനും അഭിപ്രായമിടാനും പങ്കിടാനും ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നു. ഇതുപോലെയുള്ള മോട്ടിവേഷണൽ വീഡിയോകൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ജയ് ഹിന്ദ്.